ആർഭാടങ്ങളോടും അനാവശ്യമായ ദുർവിനിയോഗങ്ങളോടും നോ പറയാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത്? നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ പല പരിപാടികൾ, ആചാരങ്ങൾ, കല്യാണത്തിന്റെ പേരിൽ, പെണ്ണ് കാണലിന്റെ പേരിൽ, പ്രസവത്തിന്റെ പേരിൽ, കുട്ടിയുണ്ടാകുമ്പോൾ തുടങ്ങി പെരുന്നാൾ ദിവസങ്ങളിൽ, നബിദിനാഘോഷ പരിപാടികളിൽ നമ്മൾ വളരെ പവിത്രതയോടെ കാണുന്ന പല ആരാധനാ കർമ്മങ്ങളെപ്പോലും ആർഭാടങ്ങൾ കൊണ്ട് മലിനമാക്കുന്നത് നിർത്താൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ആർഭാടത്തിന്റെ വക്താക്കളാകാൻ പാടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ കഫാഫ. പടച്ചവനെ, എനിക്കും എൻ്റെ കുടുംബത്തിനും മതിയായ ഭക്ഷണം മാത്രം നൽകണേ എന്ന് നിരന്തരം പടച്ചവനോട് പ്രാർത്ഥിച്ചിരുന്ന പുണ്യ റസൂലുള്ളാഹിയുടെ അനുയായികളാണ് നമ്മൾ. മറ്റു സമുദായങ്ങളിൽ പോലും കാണാത്ത പലവിധ ദുരാചാരങ്ങളും ആർഭാടത്തിൻ്റെ പല രൂപങ്ങളും നമുക്കിടയിൽ മാത്രം കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന. പടച്ചവന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരായ അടിമകൾ, അവർ വളരെ ഭവ്യതയോടെയായിരിക്കും ഭൂമിയിലൂടെ നടന്നു പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശേഷണം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയുന്നത് വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ ചെലവഴിക്കുകയാണെങ്കിൽ അമിതമായി ചെലവഴിക്കുകയുമില്ല, അമിതമായി പിശുക്ക് കാണിക്കുകയുമില്ല. രണ്ടിൻ്റെയും ഇടയിൽ ബാലൻസ് ആയിട്ട് ചെലവഴിക്കുന്നവരാണ് യഥാർത്ഥ അടിമകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ വെച്ച് നമ്മൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി മാറിയിട്ടുണ്ടോ? ഒരു അറബി വാക്യമുണ്ട്, കിലാ തറഫൈ ഖസ്ദിൽ ഉമൂരി ദമീമു. ഏതൊരു കാര്യത്തിൻ്റെയും രണ്ടറ്റങ്ങൾ മോശമായിരിക്കും. അത് ഓവറാകുന്നതും മോശമാണ്, അത് വളരെ കുറയുന്നതും മോശമാണ്. ഭക്ഷണമാകട്ടെ, സന്തോഷങ്ങളാവട്ടെ, സങ്കടങ്ങളാവട്ടെ, നമ്മുടെ രീതികളാവട്ടെ, എല്ലാം അമിതമാകുന്നതും മോശമാണ്, വളരെ കുറയുന്നതും മോശമാണ്. രണ്ടിൻ്റെയും ഇടയിൽ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയണം. റബിയുൽ അവ്വൽ വരുമ്പോൾ, റസൂലുള്ളാഹിയുടെ മാസം വരുമ്പോൾ അതിയായി സന്തോഷിക്കുന്നവരാണ് നമ്മളെങ്കിൽ ആ സന്തോഷത്തോടു കൂടെ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടവരായ ആളുകളും കൂടി നമ്മളായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയെക്കുറിച്ച്, നമ്മുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച്, നമ്മുടെ വിനിയോഗങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുക.